മയക്കുമരുന്ന് ലഹരി മാഫിയക്കെതിരെ ഡിവൈഎഫ്ഐ ജാഗ്രതാ പരേഡ് നടത്തുന്നു. കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 8-ന് ജാഗ്രതാ പരേഡ് നടത്തുന്നത്. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്ന്, സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 7 മുതൽ 9 വരെ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റി ഫെബ്രുവരി 8-ന് വൈകിട്ട് 6-ന് ജാഗ്രതാ പരേഡ് നടത്തുന്നത്. എരുവ ഫയർ സ്റ്റേഷൻ സമീപത്തു നിന്നും ആരംഭിക്കുന്ന പരേഡ് സസ്യമാർക്കറ്റ്, നഗരസഭാ ജംഗ്ഷൻ വഴി പാർക്ക് മൈതാനിയിൽ സമാപിക്കും. ഡിവൈഎഫ്ഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയ വ്യാപനത്തിനെതിരെ ഫെബ്രുവരി 8-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ജാഗ്രതാ പരേഡ് നടത്തുകയാണ്. എരുവ ഫയർ സ്റ്റേഷൻ സമീപത്തു നിന്നും ആരംഭിക്കുന്ന ജാഗ്രതാ പരേഡ് സസ്യം മാർക്കറ്റ്, മുനിസിപ്പൽ ജംഗ്ഷൻ വഴി പാർക്ക് മൈതാനിയിൽ അവസാനിക്കും. മയക്കുമരുന്നിനെതിരെ തുടർന്നും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുക. ബ്ലോക്ക് സെക്രട്ടറി CA അഖിൽകുമാർ, പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ്, ജില്ലാ കമ്മിറ്റി അംഗം J മിനീസ, സന്ദീപ് ചന്ദ്രൻ, S അനുജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.